ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് നാടൻ റോസുകളുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ. അതായത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്മർ സ്നോയുടെ തൈയാണ്. നിങ്ങൾ കാണുന്ന പോലത്തെ നല്ല സൈസിലുള്ള, നല്ല ക്വാളിറ്റിയിലുള്ള, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് നാടൻ റോസും ബഡ്ഡിങ് റോസും എല്ലാം നമ്മുടെ കയ്യിലിപ്പോൾ ക്വാളിറ്റി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ തന്നെ അടുത്ത വെറൈറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത്, കമ്മൽ റോസാണ്. പേർഷ്യൻ വൈറ്റ് എന്ന് പറയും. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ പിങ്ക് ബട്ടണാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് പ്ലാൻ സൈസ് ചോദിച്ച് ഫോട്ടോസൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ കരുതി നമുക്ക് ഈ പ്ലാൻ സൈസ് കാണിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം, നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാൻ സൈസ് കാണിച്ച് തന്നെ വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഈ കാണുന്നത് കരിഷ്മ റോസാണ്. കരിഷ്മ റോസിൻ്റെ തൈകളുടെ ക്വാളിറ്റി നിങ്ങളുണ്ടല്ലോ, എല്ലാത്തിലും നല്ല മൊട്ടുകളും നല്ല ബുഷായിട്ടുള്ള ഇലകളും ഒക്കെ വന്ന് നിൽക്കുന്ന, പുതിയ തളിരില എല്ലാം വന്ന് നിൽക്കുന്ന തൈകളാണ്. ഈ കാണുന്നത് ഓറഞ്ച് മിനിയേച്ചറാണ്. ഓറഞ്ച് മിനിയേച്ചറിൻ്റെയൊക്കെ ക്വാളിറ്റി നിങ്ങൾ കണ്ടല്ലോ, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റീസ്. ഈ കാണുന്നത് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതെല്ലാം ഓറഞ്ച് മിനിയേച്ചറാണ്. ഇത് യെല്ലോ മിനിയേച്ചറാണ്. യെല്ലോ മിനിയേച്ചറിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സൈസ് വരുന്നത്. ഈ കാണുന്നത് ജസ്റ്റ് ഇമാജിനാണ്. ഇതും ഓൺ റൂട്ടഡ് ആണ്. നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഓൺ റൂട്ടഡ് ആണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് മാത്രമല്ല, നല്ല ബഡ്ഡിങ് വെറൈറ്റീസും അവൈലബിൾ ആണ്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാ വെറൈറ്റീസും ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ വെറൈറ്റീസ് തന്നെയാണ്. കരിഷ്മ, ഇത് പീച്ച് ക്രീക്രിയാണ്. പീച്ച് ക്രീക്രിയുടെ സൈസും ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഫോട്ടോ ചോദിച്ചിരുന്നു. ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സൈസ്. ഒരു നല്ല ഹെൽത്തിയാണ്. പാക്കറ്റിലൊന്നും ഡാമേജ് ഒന്നും വരത്തില്ല. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മളിപ്പോൾ കൊറിയർ അയക്കുന്ന സമയത്ത് ഡാമേജോ കാര്യങ്ങളോ വരുമോ എന്നുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. ഈ കാണുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള തൈയാണ്. നല്ല ഹെവി ആയിട്ട് വരുന്ന കവർ തന്നെ നിങ്ങൾ കണ്ടില്ലേ, നല്ല 5 ലിറ്റർ കവറിനേക്കാളും വലിയ സൈസ് കവറാണ് ഇത് വരുന്നത്. നോർമൽ 5 ലിറ്റർ കവർ ഇത്ര സൈസ് വരത്തില്ല. അപ്പോൾ അത്രയും ക്വാളിറ്റി പ്ലാന്റിനും ഉണ്ടാവും. അതുപോലെ ഈ കാണുന്നത് വൈറ്റ് ക്രീപ്പർ, പെർഫ്യൂം ബ്രീസ് എന്ന് തുടങ്ങിയ വെറൈറ്റീസൊക്കെയാണ് ഈ ഇരിക്കുന്ന ക്രീപ്പേഴ്സ് വരുന്നത്. ക്രീപ്പേഴ്സ് ഒരുപാടുണ്ട്. എല്ലാം ഞാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഈ കാണുന്ന റെഡ് ക്രീപ്പറാണ്, മിനിയേച്ചർ റെഡ് ക്രീപ്പർ. അങ്ങനെ തുടങ്ങിയ മിഡ് നൈറ്റ് ബ്ലൂ ക്രീപ്പർ, അങ്ങനെ തുടങ്ങിയ എല്ലാ ക്രീപ്പേഴ്സും ഇതിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാത്തിലും ഫ്ലവർ ഇല്ല, ക്രീപ്പേഴ്സിൽ എല്ലാത്തിലും ഫ്ലവർ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്നത് ക്രീപ്പർ സൈസാണ്. അടുത്തതായി കാണുന്ന നേരത്തെ കണ്ടതുപോലത്തെ സമ്മർ സ്നോ പ്ലാന്റ് ആണ്. സൈസ് കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ അത്രയും ക്വാളിറ്റി പ്ലാന്റിനുണ്ട് എന്ന് ഞാൻ ഗ്യാരണ്ടി തരുവാണ്. അടുത്ത് വരുന്നത് റെഡ് മിനിയേച്ചറാണ്. അതായത് ചെറി റെഡ് എന്ന് പറയും ഈ വെറൈറ്റി. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്, നാടൻ തൈകൾ. ഇനി വരുന്നത് ബഡ് വെറൈറ്റികളാണ്. ആപ്രിക്കോട്ട് റോസ്. ഇത് കളർ ഫെയ്ഡ് ആയി പോയതാണ് ഫ്ലവറിൻ്റെ. പക്ഷേ ഫ്ലവർ കളർ ഫെയ്ഡ് ആയെങ്കിൽ പോലും അടുത്ത മൊട്ടുകൾ നിൽപ്പുണ്ട്. അടുത്ത് വിരിയുന്ന പൂക്കളിലെല്ലാം അതേ സെയിം കളറിൽ കിട്ടും. നിങ്ങൾ കണ്ടില്ലേ, ഏതാണ്ട് ഞാൻ ആ കൈ വെച്ചിരിക്കുന്നതിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഓറഞ്ച് കളറിലിരിക്കുന്ന മുട്ടാണ്. അപ്പോൾ അതെല്ലാം ഇനി വിരിയാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതും ഇതേ ക്വാളിറ്റിയിൽ തന്നെ ആയിരിക്കും പ്ലാന്റ് അയച്ചു തരുന്നത്. പനിനീർ റോസ്, ഒരുപാട് പേര് പനിനീർ റോസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫോട്ടോസ് ചോദിക്കുന്നുണ്ട്, പ്ലാന്റ് സൈസ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സൈസും ഇതിൽ വലിയ സൈസിലാണ് പ്ലാന്റ് വരുന്നത്. ഞാൻ ആ എടുത്തതൊരു ചെറിയ തൈയാണ്. ഇരിക്കുന്നതൊക്കെ അതായത് എൻ്റെ പകുതിയോളം ഹൈറ്റ് വരുന്ന തൈകളാണ്. ഏകദേശം 2.5 അടിക്ക് മേളിൽ 2.25 അടിയൊക്കെ ഹൈറ്റ് വരുന്ന തൈകളാണ്. അതുപോലെ ഓർക്കിഡ് റോസ്. ഇത് മാത്രമല്ല, ഓർക്കിഡ് റോസ് നല്ല ക്വാളിറ്റി തൈകളാണ്. ഇരിക്കുന്ന പോലത്തെ തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരിക. അതുപോലെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് എടുത്ത് അയച്ചു തരത്തില്ല. അത് മാറ്റിയിട്ടിട്ട് നല്ല പ്ലാന്റ്സ് മാത്രമേ അയച്ചു തരത്തുള്ളൂ. അടുത്ത് ഈ കാണുന്ന എല്ലാം ബ്ലാക്ക് റോസ് ആണ്. ഇത് ലേമാർണ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഓർക്കിഡ് റോസ് ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. ബാക്കി ഈ കാണുന്നതൊക്കെ ബഡ്ഡിങ് വെറൈറ്റീസ് ആണ്. ഓർക്കിഡ് റോസ് ഓൺ റൂട്ടഡ് ആണ്, 7 days ഓൺ റൂട്ടഡ് ആണ്. ഈ കാണുന്നത് മാംഗോ യെല്ലോ ആണ്. മാംഗോ യെല്ലോയുടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ഇത് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലൊരു ഹായ് ജസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് ഒരു ലിങ്ക് വരുന്നതാണ്. അപ്പോൾ ആരും അത് ലിങ്ക് ഓപ്പൺ ആക്കാതിരിക്കരുത്. ആ ലിങ്കിനകത്താണ് കാറ്റലോഗ് ഉള്ളത്. അതായത് ഒരു വെൽക്കം മെസ്സേജും സൺറൈസ് ഗാർഡൻ്റെ ഒരു വെൽക്കം മെസ്സേജും പ്ലസ് ലിങ്കും ആയിട്ടാണ് വരുന്നത്. ആ ലിങ്കിനകത്താണ് കാറ്റലോഗ് ഉള്ളത്. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്ലാന്റ്സിൻ്റെ റേറ്റും പേരും അതുപോലെ തന്നെ പിക്ചർ അടക്കം അതിനകത്തുണ്ട്. നിങ്ങളിപ്പം കണ്ടത് ബേബി പാരഡൈസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ കാണുന്നത് റെഡ് പിനാക്കിളാണ്. റെഡ് പിനാക്കിയോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. റെഡ് പിനാക്കിയോയുടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാത്തിലും മൊട്ടുകളുണ്ട്. അതാണ് ഒരു പ്രത്യേകത. എല്ലാ പ്ലാന്റുകളിലും മൊട്ടുണ്ട്. ഫ്ലവർ ഇപ്പോൾ നിൽക്കുന്ന ഫ്ലവർ പോയാലും അടുത്ത് മൊട്ട് നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ പൂക്കൾ നിങ്ങളുടെ മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കും. പിന്നെ ഇതിൽ മൊട്ടില്ല. ഇത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. റെഡ് ഓർക്കിഡ് റോസാണ്, റെഡ് ഫെയറിയാണ്.
അപ്പോൾ റെഡ് ഫെയറിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാനത് ഫുൾ സൈസിൽ കാണിച്ചു തരാം, പ്ലാന്റിൻ്റെ ഹൈറ്റും ഒക്കെ കാണിച്ചു തരാം. പക്ഷേ വളരെ കുറച്ച്, നിങ്ങൾ ഈ കാണുന്ന പോലെ കുറച്ച് തൈകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഒരു 10-20 തൈ ഉണ്ടായിരുന്നു, അതിൽ കുറേയൊക്കെ ഓർഡർ ആയിരിക്കുവാണ്. ഇനി കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ റേറ്റിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. ബാക്കിയുള്ള പ്ലാന്റ്സ് പോലെ എല്ലാം അല്പം റേറ്റ് കൂടുതലാണ്. കാരണം പ്ലാന്റ് അവൈലബിലിറ്റി വളരെ കുറവാണ്. നമ്മൾ അത്രയും റേറ്റ് പ്ലാന്റാണ്. അപ്പോൾ ഇത്രയും കാണിച്ച വെറൈറ്റീസാണ് ഇന്നത്തെ സെയിലിനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഓർഡർ ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാന്റ് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ താങ്ക്